പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം ബേക്കർ ജംഗ്ഷനിലുള്ള മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വിജയൻ്റെ വീടിൻ്റെ മുന്നിൽ വിജയനെയും മകളെയും ചോദ്യം ചെയ്ത് ഇറങ്ങിയ ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന അതിഭീകരമായിട്ടുള്ള ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ വിശദമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ മുതൽ അവിടെ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. ആ റെയ്ഡ് അവിടെ മാത്രമല്ല, വിജയൻ്റെ തായ്ക്കണ്ടിയിലുള്ള വീട്, മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോടുള്ള വീട്, അവിടെ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 12ഓളം കേന്ദ്രങ്ങളിൽ ആണ് ഈ കഴിഞ്ഞ ദിവസം EDയുടെ റെയ്ഡ് നടന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കരിമണൽ കമ്പനി ED നടത്തുന്ന അന്വേഷണം മരവിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന കേസിൽ നിലനിന്നിരുന്ന സ്റ്റേ ജസ്റ്റിസ് TR രവി വെക്കേറ്റ് ചെയ്തതിനെ തുടർന്ന്, ആ സ്റ്റേ അസ്ഥിരപ്പെടുത്തിയതിനെ തുടർന്നിട്ട് ആണ് തൊട്ടുപിറ്റേന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെ വീടും പിന്നെ അവരുടെ തറവാടും മരുമകൻ്റെ വീടും ഉൾപ്പെടെ 12ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. നമുക്കറിയാം, ഏതാണ്ട് 6-6:30 മണിയായപ്പോഴത്തേക്ക് റെയ്ഡ് തുടങ്ങി. ആ റെയ്ഡും ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് 2-3 മണിയായപ്പോൾ ED ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ഏതാണ്ട് 100-300ഓളം പേര്, അതിൽ ബഹുഭൂരിപക്ഷവും CPMൻ്റെ ഗുണ്ടകളായി. അവരെത്ര അതിഭീകരമായിട്ടാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന വണ്ടികൾ ആക്രമിച്ചത് എന്നും ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്നുമൊക്കെ നമ്മൾ ചാനലുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ആ ആക്രമണം നടന്നത്. ഇഷ്ടികയെടുത്ത് വണ്ടിയുടെ ചില്ല് തല്ലി പൊട്ടിക്കുന്നത്, വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നത്, കല്ലെടുത്ത് വണ്ടിക്കകത്തേക്ക് എറിയുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആ സംഭവം നടന്നതിന് ശേഷം പ്രതികൾ പാർട്ടിയുടെ CPMൻ്റെ പാളയം ഏരിയ കമ്മിറ്റിയിലേക്ക് കയറുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നു, ക്രൈംബ്രാഞ്ച് ADGP അവിടെ വരുന്നു, CPMകാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു. അവസാനം പ്രതികളെ വാങ്ങി കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. 10-18 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. CPMൻ്റെ ഗുണ്ടയും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായിരുന്ന IP ബിനു വന്നിട്ട് ചീമൂട്ട എറിയുന്ന രംഗം നമ്മൾ കണ്ടു. ഗുണ്ടകൾ ഈ കാർ ആക്രമിക്കുന്നത് കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദമായി വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാവി പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച്. അവിടെ VK പ്രശാന്ത്, അതുപോലെ V ജോയി, കടകംപള്ളി സുരേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, ശിവൻകുട്ടി, ജോൺ ബ്രിട്ടാസ്, ഇത്തരം ആളുകളൊക്കെ വരുന്നത്, അവരുടെ ഇടപെടൽ, MV ഗോവിന്ദൻ്റെ സാന്നിധ്യം, ഇതെല്ലാം നമ്മൾ അവിടെ കണ്ടതാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വളരെ ഗുരുതരവും ഗൗരവമുള്ള ഒരു വിഷയമാണ് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ആക്രമണം, ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആക്രമണം നടന്നത് പിണറായി വിജയൻ എന്ന വിജയൻ്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. നമുക്കറിയാം, വിജയനും മകളും ഉള്ളപ്പോഴാണ് ആ വീട്ടിൽ റെയ്ഡ് നടന്നത്. ആ റെയ്ഡ് നടന്ന ഏതാണ്ട് 8 മണിക്കൂർ ഇവിടെ പരിശോധന നടന്നു. അതിനിടയിൽ വിജയനെയും മകളെയും ചോദ്യം ചെയ്തു. വിജയനെ ചോദ്യം ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മകളെയും ഒക്കെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ പുറത്ത് ആളുകൾ വന്ന് 100-300 പേര് കൂടി അവിടെ നിൽപ്പുണ്ടായിരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിളിക്കുന്ന സമയത്തൊന്നും ആ ക്രൗഡ്, ആ ജനക്കൂട്ടം അക്രമാസക്തമായിരുന്നില്ല. എന്നാൽ റെയ്ഡിന് ശേഷവും ചോദ്യം ചെയ്യലിന് ശേഷവും ED ഉദ്യോഗസ്ഥന്മാർ വിജയൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്താണ് ഈ ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവിടെ കൂടിയൊന്നിരുന്ന ഗുണ്ടകൾ അക്രമാസക്തരാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് മുമ്പ് വണ്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരിറങ്ങി വന്നപ്പം ആക്രമണം നടന്നു. സുഹൃത്തുക്കളെ, എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ അക്രമത്തിനുള്ള ഒരു പ്രേരണ, ഒരു ഇൻസ്റ്റിഗേഷൻ വിജയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് നടന്ന ആ ചോദ്യം ചെയ്യലിൽ നടന്ന
ചില സംഭവ വികാസങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മനസ്സിലാകുന്ന ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ മകൾ ആദ്യമൊന്നും സഹകരിച്ചില്ല എന്നും അവസാനം ED ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ടുള്ള നിലപാടെടുത്ത സമയത്താണ് മകൾ വീണ അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ തയ്യാറായത് എന്നുമാണ് എനിക്ക് കിട്ടുന്നത്. എന്നാൽ ആ ചോദ്യം ചെയ്യലിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ വീണ വിജയൻ്റെ മൊബൈൽ ഫോണുകൾ ഈ ED ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടപ്പോഴാണ്. കാരണം ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്ന സമയത്തും ഈ മൊബൈൽ ഫോൺ വീണയുടെ കയ്യിൽ നിന്ന് ED ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടും എന്നുള്ള ഒരു 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 തോന്നൽ അച്ഛനും മകൾക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊടുന്നനെയാണ് ED ഉദ്യോഗസ്ഥന്മാർ ഈ വീണ വിജയൻ്റെ മൊബൈൽ ഫോണുകൾ ആവശ്യപ്പെട്ടത്. അത് കൊടുക്കാൻ ആദ്യം അവർ തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാവും. എന്നാൽ ED ഉദ്യോഗസ്ഥന്മാർ നിലപാട് കടുപ്പിച്ചതോടെ അവരുടെ 3 മൊബൈൽ ഫോണുകൾ അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ മൊബൈൽ ഫോൺ കൈമാറിയതോടുകൂടി അച്ഛൻ്റെയും മകളുടെയും ഈ ഏതാണ്ട് സമനില തെറ്റിയതുപോലെ ആയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ മൊബൈൽ ഫോണിൽ കഴിഞ്ഞ 2-3 വർഷക്കാലമായി വീണ വിജയൻ നടത്തുന്ന ഇമെയിൽ ഇടപാടുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഫോൺ കോളുകളെല്ലാം ഈ 3 മൊബൈൽ ഫോണുകളിൽ അടങ്ങിയിരിക്കുന്നു. ആ 3 മൊബൈൽ ഫോണുകൾ പൊടുന്നനെ വന്ന് ED ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടും എന്ന് അച്ഛനോ മകളോ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ആധികാരികമായൊരു വിവരം ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയുണ്ട്, പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള. ആ റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടുള്ള ഫാരിസ് അബൂബക്കറുമായി വീണ വിജയൻ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ, ഫോൺ വിളികൾ, വാട്സാപ്പ് ചാറ്റുകളെല്ലാം ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഫാരിസ് അബൂബക്കറുമായി പിണറായി വിജയനുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഈ ഫാരിസ് അബൂബക്കർ വീണയ്ക്ക് അമേരിക്കയിൽ ഒരു വില്ല മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. വിജയൻ്റെ 2ാമത്തെ മകന് ഗൾഫിൽ ഒരു വില്ല ഈ ഫാരിസ് അബൂബക്കർ മേടിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വീണ വിജയൻ്റെ ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഇടപാടുകളുടെ ഒരു ഖനിയാണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീണയുടെ 3 മൊബൈൽ ഫോണുകൾ ED കൈക്കലാക്കിയതോടുകൂടി പിണറായി വിജയൻ്റെ സമനില തെറ്റിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ആണ് പിണറായി വിജയൻ അവിടെ അകത്തേക്ക് വന്ന കുറച്ച് പാർട്ടി നേതാക്കന്മാർ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പാർട്ടി നേതാക്കന്മാർ പുറത്തുണ്ടായിരുന്നു. അവരുമൊക്കെയായി വിജയൻ നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ള നിലയിലാണ് ഈ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ആധികാരികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, പുറത്ത് MP ഗോവിന്ദൻ ഉണ്ടായിരുന്നു, പുറത്ത് V ശിവൻകുട്ടി ഉണ്ടായിരുന്നു, പുറത്ത് V ജോയി ഉണ്ടായിരുന്നു, VK പ്രശാന്ത് ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, ആനാവൂർ നാഗപ്പൻ, ഈ നേതാക്കന്മാരൊക്കെ അകത്തും പുറത്തുമായി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ തന്നെ ഈ മൊബൈൽ ഫോൺ കൂടി ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകാർ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലായതോടുകൂടി, അവരത് വാങ്ങിവെച്ചു എന്ന് മനസ്സിലായതോടുകൂടി പിണറായി വിജയൻ ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുവെന്നും അതിലൂടെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗമായി വന്ന ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വിജയൻ നൽകി എന്നുമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, അവരിറങ്ങിയ ഉടനെ പൊടുന്നനെ അക്രമാസക്തരാകുകയായിരുന്നു അവിടുത്തെ കൂടി നിന്നിരുന്നത് ഗുണ്ടകളുടെ നേതൃത്വത്തിൽ. യഥാർത്ഥത്തിൽ ഈ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും ചെയ്യുക എന്നുള്ള ഗൂഢ ഉദ്ദേശം പോലും ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടിനകത്ത് നിന്ന് പിണറായി വിജയൻ മൊബൈൽ ഫോണിൽ നിന്ന് ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വിജയൻ്റെ മകൾ വീണയുടെ മൊബൈൽ ഫോണുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകാർ കൈകാര്യം ചെയ്ത് അവർ വാങ്ങിവെച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് പിണറായി വിജയനാണ് ഈ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് എന്നുള്ള ആധികാരികമായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്.
പിണറായി വിജയൻ പിന്നെ പുറത്തേക്ക് വന്നിട്ട് നടത്തിയിട്ടുള്ള പ്രതികരണത്തിലും അത് അന്തർലീനമാണ്. യഥാർത്ഥത്തിൽ വിജയൻ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? വിജയൻ ആ ആക്രമണം നടക്കുന്ന സമയത്ത് പൊടുന്നനെ പുറത്തു വന്നിട്ട് ആ ആക്രമണത്തിൽ നിന്ന് ആക്രമിക്കുന്ന ആളുകൾ പൊടുന്നനെ പിന്മാറണം, അവർ നിയമപരമായി വന്ന് റെയ്ഡ് നടത്തുന്നവരാണ്, ആ റെയ്ഡ് നടത്തുന്നവരെ അതിന് തടസ്സപ്പെടുത്തരുത്, അത് നമ്മുടെ വാദങ്ങൾ ദുർബലപ്പെടുത്തും എന്ന് പറയേണ്ടിയിരുന്ന വിജയൻ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പുറത്തേക്ക് വന്നിട്ട് ഈ അക്രമത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ നടത്തുകയും നമുക്ക് ഒരുമിച്ച് പോരാടാം, ഒറ്റക്കെട്ടായി പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു നിന്ന ഗുണ്ടകൾക്ക് ആക്രമണത്തിനുള്ള കൂടുതൽ ഈ പ്രോത്സാഹനം, പ്രേരണ, ഇൻസ്റ്റിഗേഷൻ നൽകുകയായിരുന്നു എന്ന് കൂടി നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ വിജയൻ പുറത്തേക്ക് വന്നിട്ട് ഇത് തടയാൻ വേണ്ടിയിട്ട് നോക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടത്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇത് കൂടുതൽ ആക്രമണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം പരോക്ഷമായി നൽകുന്ന നിലയിലായിരുന്നു വിജയൻ്റെ പെരുമാറ്റം എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മകളുടെ മൊബൈൽ ഫോണുകൾ ED കൈക്കലാക്കിയതോടുകൂടി എല്ലാം കുഴഞ്ഞു മറിഞ്ഞു, എല്ലാം സങ്കീർണമാണ് എന്ന് ബോധ്യപ്പെട്ട വിജയൻ വീടിനുള്ളിൽ നിന്ന് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നതിനുള്ള പ്രേരണ പുറത്തുള്ള CPM-ൻ്റെ നേതാക്കന്മാർക്ക് നൽകി എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ അന്വേഷണം നടക്കുന്ന സമയത്ത് വിജയൻ വീട്ടിനകത്ത് നിന്ന് ആരുമൊക്കെയായി, ഏതൊക്കെ നേതാക്കന്മാരുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നുള്ളതിൻ്റെ വിവരം പുറത്തു വന്നാൽ മാത്രമേ കഴിയൂ. അതൊരുപക്ഷെ ഈ കേസ് നാളെ CBI അന്വേഷണത്തിലേക്ക് പോയാൽ അതിലൂടെ മാത്രമേ ഇത്തരം വിവരങ്ങൾ അന്തിമമായി പുറത്തു വരികയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ആധികാരികമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ പുറത്തു നിന്ന ഗുണ്ടകൾ അവരെ അക്രമാസക്തരാക്കുന്നതിൽ വിജയൻ്റെ ചില ബന്ധപ്പെടലുകൾ അതിനുള്ള വഴിയൊരുക്കി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.